എടാ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ കോളേജിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൾറെഡി കോളേജ് എന്ത് ചെയ്തിട്ടുണ്ട്, അപേക്ഷ എടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരുപാട് കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഉണ്ടോ. എനിക്ക് തോന്നുന്നു 67ഓളം വരുന്ന കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ അഫിലിയേറ്റഡ് ആയ കോളേജാണ്. ആ കോളേജുകളിലേക്ക് മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ആപ്ലിക്കേഷൻ വഴി അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രധാനമായും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കോളേജ് ഏതൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കോളേജ് വെബ്സൈറ്റിൽ കയറിയിട്ട് കോളേജസ് അറ്റ് DU സെർച്ച് അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ പഠിപ്പിക്കുന്ന അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോളേജസ് ആണ്. ഈ കാണുന്ന കോളേജുകളൊക്കെ ഇത്രയും കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കോളേജിലേക്കാണ് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ പോർട്ട് വഴി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അഡ്മിഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? നിങ്ങൾക്ക് അടുത്ത ലിങ്ക് ആയിട്ടുള്ള UG.UOD.AC.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ നിങ്ങൾക്ക്. അതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നാളെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ CUT അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പുതിയ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം UGE കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ CUT രജിസ്റ്റർ നമ്പർ നിങ്ങൾ കൊടുക്കുക, അതുപോലെ കാൻഡിഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് വഴി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബെസ്റ്റ് കോളേജ്? നമ്മൾ പലപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നോർത്ത് ക്യാമ്പസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അടിപൊളി ക്യാമ്പസ് അല്ലേ. ആ കോളേജും അവിടെ എത്രത്തോളം സീറ്റുകൾ ഉണ്ട് എന്നുള്ളൊരു ഒരു ധാരണയിൽ നമ്മൾ എത്താൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമുക്ക് അതിഥി മഹാവിദ്യാലയ വുമൻസ് കോളേജാണ്. 948 UG സീറ്റുകൾ അവിടെയുണ്ട്. അതുപോലെ എന്താണ്, പിന്നെ ദൗലത്ത് റാം കോളേജ് ആണെങ്കിൽ 1465 സീറ്റ് അവിടെ ഉണ്ട്. അതുപോലെ ദൗലത്ത് റാം കോളേജ് വുമൻസ് എത്രയാണ്, പിന്നെ ഇൻക്ലൂഡ് ആവോ രണ്ടും കൂടി ചേർത്താണ് 1465 സീറ്റ്. അതുപോലെ എന്താണ് ദയാൽ സിംഗ് കോളേജിൽ 2045 സീറ്റ് അവൈലബിൾ ആണ് UGക്ക്. പിന്നെ ഹൻസ്രാജ് കോളേജിൽ 1714 സീറ്റ് അവൈലബിൾ ആണ്. ഹിന്ദു കോളേജ് 906. അതായത് ഏറ്റവും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രീമിയം കോളേജ് അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ എന്താണ് ആളുകൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന കോളേജിലാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വുമൺ 983 ഉണ്ട്. അതുപോലെ കിരോറിമാൽ കോളേജ് 1400 സീറ്റ് ഉണ്ട്. മിറിൻഡ ഹൗസ് വുമൻസിന് 1026 ഉണ്ട്. അതുപോലെ രാംരാജ് കോളേജ് 1673. ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് SRCC 781 സീറ്റേ ആകെയുള്ളൂ. ഏറ്റവും കൂടുതൽ, അതായത് കൊമേഴ്സിന് ആളുകൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ബെസ്റ്റ് കോളേജ് അല്ലേ. അതുപോലെ തന്നെ ശ്രീ ഗുരു തേഗ് ബഹദൂർ കൽസ കോളേജ് 826 സീറ്റ്. സെന്റ് സ്റ്റീഫൻ കോളേജും 410 സീറ്റ് അവിടെ ഉണ്ട്. അതുപോലെ സ്വാമി ശ്രദ്ധാനന്ദ് കോളേജ് 1701 സീറ്റ് അവിടെ. ജാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ് 1790. അറൗണ്ട് 16,672 സീറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വിവിധ കോളേജ് നോർത്ത് ക്യാമ്പസ് മാത്രമാണ് കേട്ടോ, നോർത്ത് ക്യാമ്പസ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കൃത്യമായി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ചെയ്യേണ്ട പരിപാടികൾ നിങ്ങൾ ചെയ്യുക. റെഡി? അപ്പോൾ ഇത്രയുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വർഷം പിന്നെ CUT എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷം CUT എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, താഴെ ഒരു ഫോം ഞാൻ കൊടുക്കുന്നത് എജുപോണിൻ്റെ ഈ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യാം. ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കാര്യങ്ങളും വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളും ഓർമ്മയിലുണ്ടായിരിക്കാം. ഇപ്പം തന്നെ ചെയ്തു തുടങ്ങാൻ സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.